മാരിയറ്റിന് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇതിൽ റിനൈസൻസ് വരുന്നുണ്ട്, കോർട്ട്യാർഡ് വരുന്നുണ്ട്, ഷെറാട്ടൺ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അലോഫ്റ്റിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോഫ്റ്റ് കുറച്ചുകൂടി ഒരു മോഡേൺ ആയിട്ടുള്ള, ടെക് ഫോർവേഡ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ലോബി, ആ രീതിയിലുള്ള റൂമിൻ്റെ ഇൻറ്റീരിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമ്മൾ നോർമൽ ഒരു മാരിയറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ കയറി ചെല്ലുന്ന ആ ഒരു ആംബിയൻസ് ആയിരിക്കില്ല. അത് ലോബി മുതൽ പ്രകടമായിട്ടുണ്ടാവും. ഒരു സാധാരണ ഹോട്ടലിൽ കയറി ചെല്ലുന്ന പോലുള്ള ഒരു ഫീൽ ആയിരിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ ഈ അലോഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സാധാരണ മാരിയറ്റിൻ്റെ കുറേ ലക്ഷറി ആ ഒരു സെഗ്മെൻറ്റിലോട്ടൊക്കെ വരുന്ന രീതിയിലുള്ള പ്രൈസ് റേഞ്ച് അല്ല. ഇപ്പം ഞങ്ങളിപ്പോൾ താമസിച്ച 2 ഹോട്ടൽ, ഒരു ദിവസം ആദ്യത്തെ ദിവസം അലോഫ്റ്റിലും രണ്ടാമത്തെ ദിവസം ഷെറാട്ടണിലുമാണ്. അപ്പോൾ അലോഫ്റ്റിൻ്റെ ഈ റൂംസ് അതിൻ്റെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പോയിൻറ്റ്സും അലോഫ്റ്റിന് കുറവായിരുന്നു. അങ്ങനെയാണ് അലോഫ്റ്റിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ലോബിയാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്കിങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന പോലെ ഉള്ളതല്ല, നല്ല നല്ല രസകരമായിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മാരിയറ്റിൻ്റെ സർവീസിൻ്റെ കാര്യം അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് സർവീസാണ്. നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റാലിറ്റി ചെയിനിൽ പോയിട്ടുണ്ടോ, മാരിയറ്റിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഞങ്ങളിവിടെ ഈ അലോഫ്റ്റിൽ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ മാരിയറ്റിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നേരത്തെ ചെന്നിട്ടുണ്ടോ, അവർ ഇതേവരെ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ കയറി ചെല്ലുന്നത് 3-4 മണിക്കൂർ നേരത്തേക്ക് ആയിരിക്കാം. പക്ഷേ മാരിയറ്റ് ബോൺബോയ് മെമ്പർ ആയതിൻ്റെ ആ ഒരു പ്രിവിലേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ മാരിയറ്റിൻ്റെ ഹോസ്പിറ്റാലിറ്റിയുടെ ഗുണമായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും എനിക്ക് എപ്പോഴും നേരത്തെ റൂം കിട്ടാറുണ്ട്. അത് മാത്രമല്ല, ഇവിടുന്ന് മാൾ ഓഫ് ഒമാനിലേക്ക് ഇവരുടെ ഒരു ഫ്രീ ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സമയത്താണെന്നുള്ളൊരു ബോർഡാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മസ്ജിദ്, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മസ്ജിദ് ഞങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങൾ മാൾ ഓഫ് ഒമാനിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു.